ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ നല്ലൊരു പായസം തയ്യാറാക്കാം. ഇന്നത്തെ ഒരു പായസം ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഗോതമ്പ് വെച്ചിട്ടാണ്. അരക്കപ്പ് ഗോതമ്പ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കുതിർക്കാൻ വെച്ച് കൊടുക്കണം. ഗോതമ്പ് കുതിർന്നു വരുന്ന സമയം കൊണ്ട് 2 നേന്ത്രപ്പഴം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു നാളികേരം തിരുമി പാല് പിഴിഞ്ഞുകൂടി എടുക്കണം. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഗോതമ്പ് ഇവിടെ നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പായസം തയ്യാറാക്കി എടുക്കാനുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നേന്ത്രപ്പഴവും കുറച്ച് കാഷ്യൂസും റേസിൻസും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. പഴം വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് കുതിർത്തിയ ഗോതമ്പ് വെള്ളമെല്ലാം കളഞ്ഞ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് നേരം വഴറ്റി കഴിഞ്ഞാൽ ഗോതമ്പ് വെന്ത് വരാനായിട്ട് 1/2 ലിറ്റർ രണ്ടാം പാൽ കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/4 കപ്പ് ചവ്വരി കൂടെ കഴുകി ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ചവ്വരിയും ഗോതമ്പും നല്ലതുപോലെ വെന്ത് കിട്ടണം. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവ രണ്ടും വെന്ത് കഴിഞ്ഞാൽ 350 ഗ്രാം ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. പായസം നല്ല കുറുകിയ പാകത്തിലേക്ക് ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1-ാം പാല് ചേർക്കണം. 1-ാം പാല് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള ഏത്തപ്പഴവും കൂടി ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നല്ലൊരു സ്വാദിനായിട്ട് അല്പം ഏലക്കപ്പൊടിയും 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഗോതമ്പ് പായസം ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ.